പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. പ്രസാദ്, എന്താണ് കോഴിക്കോടത്തെ കാഴ്ചകൾ? ലക്ഷ്മി, കോഴിക്കോടും കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മീൻചന്തയിലാണ്. മീൻചന്തയിൽ CPM-ന്റെ LDF സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രചരണം, കൊട്ടിക്കലാശ പ്രചരണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. മുസാഫർ അഹമ്മദ് CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായി കരുതപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രി അല്പസമയത്തിനകം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടേക്ക് എത്തും. അതോടൊപ്പം ഈ കോർപ്പറേഷനിലെ 76 വാർഡുകളിലും 3 മുന്നണികളിലും വലിയ ആവേശം തന്നെയാണ് ഉള്ളത്. ശക്തമായ മത്സരം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ 70 പഞ്ചായത്തുകളിലേക്കും അതോടൊപ്പം തന്നെ കോർപ്പറേഷന് പുറമെ 12 ബ്ലോക്ക് പഞ്ചായത്ത്, 7 നഗരസഭ എന്നിവിടങ്ങളിലേക്കെല്ലാം തന്നെ മത്സരം ശക്തമായി നടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മുസാഫർ അഹമ്മദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താ പറയാനുള്ളത്? വളരെ ആവേശമായിട്ടുള്ള ചിത്രം കാണുന്നത്. മീൻചന്തയിലും കോഴിക്കോട് കോർപ്പറേഷൻ 76 വാർഡുകളിലും LDF അതിശക്തമായി മുന്നോട്ട് പോകുന്നൊരു ചിത്രമാണ്. അതിൽ ആവേശമാണ് LDF പ്രവർത്തകന്മാർ. മീൻചന്ത വാർഡ് കഴിഞ്ഞ തവണ BJP ജയിച്ചൊരു വാർഡാണ്. വാർഡ് വിഭജനത്തിന് ശേഷം അത് LDF-ന് അനുകൂലമായി മാറിയോ? എന്താണ് ഇവിടെ മത്സരിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്? മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ച, മുന്നണി തീരുമാനിച്ച ഇവിടെയാണ്. എന്തായാലും മീൻചന്ത വാർഡ് സുരക്ഷിത ഇടം തേടുകയല്ല, ശക്തമായ മത്സരം. അല്ല, BJP ജയിച്ച മീൻചന്ത വാർഡ് ഇത്തവണ BJP കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഇവിടെയാണ് LDF മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇവിടെ വോട്ടർമാർ കണ്ട് വോട്ട് തേടുന്നു, അത്രയേ ഉള്ളൂ. 46 വർഷമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അപ്പം UDF എല്ലാം ആരോപിക്കുന്നത് ഈ 46 വർഷവും ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ പുറത്തിറക്കിയിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിനെതിരെ പോലും വലിയ പരാതികൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് വ്യക്തമല്ലേ ഒരു വികസനം നടന്നില്ല എന്ന് പറഞ്ഞവർ ഈ 5 വർഷക്കാലത്തെ മാത്രം വികസന നേട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട്, 80 പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്, അതിലൊരു രാഷ്ട്രീയമില്ല, പൂർണ്ണമായും വികസനമാണ്. അതിനെ ഭയപ്പെട്ട്, അതിനെ പേടിച്ച് അത് വിതരണം ചെയ്യുന്ന തടയാനുള്ള ശ്രമം നടത്തിയാൽ വികസനത്തെ UDF പേടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. കഴിഞ്ഞ തവണ 7 സീറ്റിലാണ് BJP ജയിച്ചത്. 22 സീറ്റുകളിൽ 2ാം സ്ഥാനത്തുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. BJP എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ നോക്കുന്നത്? എങ്ങനെയാണ്? BJPക്ക് കോഴിക്കോട് സീറ്റ് വർദ്ധിക്കാൻ പോകുന്നില്ല. അഥവാ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ UDF-ന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വർദ്ധിക്കൂ. UDF-ന്റെ സഹായം പല ഘട്ടങ്ങളിലും നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും അംഗമായി ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ രഹസ്യധാരണ പ്രകാരം BJPക്ക് നേട്ടമുണ്ടാകാന്നല്ലാതെ BJP മുന്നോട്ട് പോകുന്ന സാധ്യത കോഴിക്കോട് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല. LDF കൂടുതൽ മുന്നോട്ട് പോയി തുടരും. അതാണ് ലക്ഷ്മി, LDF കൂടുതൽ സീറ്റുകൾ നേടും എന്നുള്ളതാണ്. എന്തായാലും ബൈക്ക് റാലിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും പയ്യാനക്കലയ്ക്കാണ് ഇവിടെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ റാലി നടക്കുക. മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയോടൊപ്പം അനുഗമിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിലും ഇപ്പോൾ കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും മറ്റ് നഗരസഭകളിലുമെല്ലാം ആവേശകരമായ രീതിയിൽ 3 മുന്നണിയും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇത്തവണ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ UDF വെൽഫെയർ പാർട്ടി ധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സമസ്ത തന്നെ അതിൽ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഏറ്റവും എടുത്തു പറയേണ്ടത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ മുന്നണിയെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി നിൽക്കുന്ന മത്സര സ്ഥലങ്ങളിൽ അവരെ പരാജയപ്പെടുത്തുമെന്ന് സമസ്തയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം UDF ഈ സമസ്തയുടെ എതിർപ്പുണ്ടായിട്ടും ആ ധാരണയിൽ പല സ്ഥലങ്ങളിലും പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് ഫലമെല്ലാം വരിക എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുക്കം നഗരസഭ പോലെയുള്ള സ്ഥലങ്ങളിൽ, മുക്കത്ത് ഇത്തവണ UDF-മായി ധാരണയില്ലെങ്കിലും കൊടുവള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ സമസ്തയുടെ ഈ നിലപാട്, അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. സമസ്ത പറയുന്നത് പോലെ വെൽഫെയർ പാർട്ടി അവരുടെ എതിർപ്പിനെ തുടർന്ന് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം UDF-ന്റെ തീരുമാനങ്ങളിലുമൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്കുള്ള അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ റാലി ആരംഭിക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.